ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? ഇന്ന് ബോട്ടിയും കൊള്ളിയും വെക്കാൻ പോകാം കേട്ടോ. ബോട്ടി വേവിച്ചതാണ് കേട്ടോ കാണുന്നത്. ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് കാണുന്നത് കേട്ടോ. ഇന്നൊരു വെറൈറ്റി ഫുഡ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മഴയും കൂടിയാണല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വേവിക്കണം. അതിന് ശേഷം കുറച്ച് സബോളയും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പേസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റണം കേട്ടോ. നല്ലതുപോലെ എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് അളവിലാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കുന്നുണ്ട്. ഗരം മസാലയിൽ എല്ലാം കൂടി ചേർത്തിട്ടുള്ള മസാല ഞാനിവിടെ പൊടിച്ചതാണ് കേട്ടോ. ഇതിൽ കുരുമുളക് പൊടിയും പിന്നെ കറുകപ്പട്ട, കരയാമ്പ്, ജീരകങ്ങൾ എല്ലാം കൂടിയിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പോരെങ്കിൽ മസാല ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളകും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ഇഞ്ചി പച്ചമുളകും ചേർത്ത് മിക്സ് അരച്ചത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമ്മൾക്ക് ഈ നല്ലതുപോലെ വെന്ത ബോട്ടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്നും കൂടി വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്നും കൂടി വഴറ്റി വേവിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ മസാലയൊക്കെ ഇതിന്മേൽ പിടിക്കണം, എന്നാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ ഈ മിക്സ്. അങ്ങനെ ഈ ബോട്ടിയും ഈ മസാലകളും കൂടിയിട്ടുള്ള മിക്സ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അടച്ച് വേവിച്ചൊന്ന് വേവിക്കണം കേട്ടോ. അടച്ച് വേവിക്കുമ്പോഴാണ് അതൊന്നും കൂടി ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പോൾ കുറേശ്ശെ കളറ് മാറിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇനി വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് കൊള്ളി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കണം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഒന്നും കൂടി അടച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. കണ്ട, അടച്ച് വെച്ച ബോട്ടിയും സബോളയും മസാല മിക്സൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളർ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കിത് നല്ലതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ കളറ് മാറുന്നത് അറിയാൻ പറ്റും. പിന്നെ ആവശ്യാനുസരണം കൊള്ളി ഞാൻ കുറച്ച് മഞ്ഞളും അതിൽ കുറച്ച് മുളകും കൂടി കുത്തുമുളകും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വെറുതെ കുത്തുമുളകില്ലെങ്കിൽ വെറുതെ ആയാലും ഇട്ട് വേവിച്ചതും കൂടി ഇതിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. തീ വളരെ നോർമലാക്കി ഇടണം. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇത് നമുക്ക് ഒരു കയ്യിൽ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ പൊടിച്ച പോലെ മിക്സാക്കി എടുത്താൽ ഇത് രണ്ടും കൂടി അതിൽ മിക്സ് ആവുകയുള്ളൂ കേട്ടോ. ഒരു ചട്ടുകം കൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയെടുക്കണം കേട്ടോ. ബൗളിലേക്ക് ഇത് സെർവ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു സവോള ഫ്രഷായി അരിഞ്ഞ ഒരു സവോള ചെറിയ പീസുകളാക്കി അരിഞ്ഞതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി അതിൻ്റെ മുകളിലേക്ക് വിതറി നല്ല ഫ്രഷായി തന്നെ നമുക്ക് നല്ല രുചിയോടുകൂടി കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്.
നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ വീട്ടിലുണ്ടാക്കിയത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ, കമൻറ്റിൽ അറിയിക്കണേ. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ. താങ്ക് യു. ഒരുപാട് നന്ദി കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന്. താങ്ക് യു.